വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി. ശാസ്ത്രപരമായിട്ട് ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ അവനാകൂടെ വേണ്ടത് വെള്ളം വേണം, ഭക്ഷണം വേണം, വെളിച്ചം വേണം, വായു വേണം. വെള്ളം വേണം, ഭക്ഷണം വേണം, വെളിച്ചം വേണം, വായു വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കും എന്നാണ് സയൻറ്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഇത്രയും കാര്യങ്ങളെല്ലാം ലഭിച്ചു കഴിഞ്ഞാലും ഇവയെല്ലാം ലഭിച്ചു കഴിഞ്ഞാലും മനുഷ്യർക്ക് ഒരു എംപ്റ്റിനെസ്, ഒരു ശൂന്യത എപ്പോഴും മനുഷ്യർക്ക് അനുഭവപ്പെടും. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം കർത്താവ് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവം അയക്കുന്ന ഓരോ വചനം കൊണ്ടുകൂടെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് പറയും. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം ഇപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴും സൂയിസൈഡിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു. മനുഷ്യന് ഭക്ഷണവും വായുവും വെളിച്ചവും ഒക്കെ ഉണ്ടെങ്കിലും നിരാശാബോധം, ആഹ് ആകാംക്ഷ എല്ലാം പിടിപെട്ട് മനുഷ്യർ ആത്മഹത്യക്ക് ഒരുങ്ങുന്നു. അതിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ കൊല്ലത്തിലൊരു ആത്മഹത്യയൊക്കെയാണ്. പക്ഷെ ഇപ്പം അത് എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കുന്നു. മേ ബി ഒരു 2 മാസത്തിൽ ഒരു ആത്മഹത്യയൊക്കെ ഞങ്ങളുടെ പഞ്ചായത്തിൽ അത്ര അസാധാരണമല്ലാതായിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റീസൺ, ഈ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയാൽ മാത്രം പോരാ. അത് കിട്ടിയാലും അവൻ്റെ ഉള്ളിൽ ശൂന്യത തന്നെയാണ്. ആ ശൂന്യത നികത്താൻ കർത്താവിൻ്റെ വചനം സഹായിക്കുന്നു, പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. ഇന്ന് ഒരാൾ ഞങ്ങളുടെ അടുത്ത് 35 വയസ്സായ ഒരു യുവാവ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യാനിയാണ്. അപ്പം അതിൻ്റെ അർത്ഥം അവൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിലും ക്രിസ്തീയ മൂല്യങ്ങൾ അവന് ആരും മനസ്സിലാക്കി കൊടുത്തിട്ടില്ല വേണ്ട വിധത്തിൽ. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവൻ ആത്മഹത്യ തിരഞ്ഞെടുത്തത്. അപ്പം നമുക്ക് ക്രിസ്തീയ മൂല്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ, വചനത്തിൻ്റെ അന്തസത്ത നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, നമ്മൾ അതീവ ഭാഗ്യവാന്മാരാണ്. കാരണം വായുണ്ട്. വായു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ബിബ്ലിക്കലായിട്ട് ഇതെങ്ങനെ, എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം, വെള്ളം. മനുഷ്യന് വെള്ളം കൂടാതെ ജീവിക്കാൻ സാധ്യമല്ല. അപ്പോൾ കർത്താവ് പറയുന്നു, ഐ ആം ദ ലിവിങ് വാട്ടർ. ഞാൻ, അപ്പോൾ ജോൺ 4:14, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. ഹോളി സ്പിരിറ്റ്, കർത്താവിൻ്റെ ഹോളി സ്പിരിറ്റ് ലഭിച്ചവന്, അവനത് നിരന്തരം അവന് ജീവനിലേക്ക് നിർഗളിക്കുന്ന ഒരു അരുവി അവൻ്റെ ആത്മാവിൽ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു ഏഹ്, എന്തോ നുരഞ്ഞു പൊങ്ങുന്ന പോലെ ഒരു ജീവജലത്തിൻ്റെ അരുവി അവനിൽ നിന്ന് പുറപ്പെടും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവി ആകും. അതുപോലെ തന്നെ ജോൺ 7:38, യോഹന്നാൻ 7:38 പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നെ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനെ അവനൊരു ആത്മാവ് അവനിൽ വസിക്കും. പരിശുദ്ധാത്മാവ് അവനിൽ വന്ന് കുടികൊള്ളും.
അപ്പോൾ കർത്താവിൻ്റെ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവന് പിന്നീട് ഒരിക്കലും ആത്മീയമായി ദാഹിക്കുകയില്ല. വീണ്ടും പറയുന്നു, ഐ ആം ദ ബ്രത്ത് ഓഫ് ലൈഫ്. അത് ജനസിസ് 2:7. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അപ്പം അതാണ് വായുവിനെ കുറിച്ച് പറയുന്നത്. ചെളിയിൽ നിന്നും മനുഷ്യനെ ഉണ്ടാക്കി അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിച്ചു. അങ്ങനെ മനുഷ്യൻ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അപ്പോൾ നമ്മൾ ഭൂമിയിൽ തന്നെ മരിച്ച് ജീവിക്കുന്നവരുണ്ട്, ജീവിച്ച് മരിക്കുന്നവരുമുണ്ട്. അതായത് ക്രിസ്തുവിനെ അറിയാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ ഒരു തരം മരിച്ചവരായി ജീവിക്കുന്നു. അതേ എക്സിസ്റ്റ് ഇൻ ദ ഫിസിക്കൽ ബോഡി, പക്ഷേ അവർ സന്തോഷം അനുഭവിക്കുന്നില്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവാണ് ദൈവമാണ് നമുക്ക് ജീവൻ നൽകുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ കളിമണ്ണാണ്. ആ കളിമണ്ണിലേക്ക്, നാസാരാന്തരങ്ങളിലേക്ക് ക്രിസ്തു ശ്വാസം അവൻ്റെ നാസാരാന്തരങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അപ്പോഴാണ് മനുഷ്യന് ജീവൻ നൽകിയത്. അപ്പോൾ ക്രിസ്തു പറയുന്നു, ഐ ആം ദ ബ്രെത്ത് ഓഫ് ലൈഫ്. ഞാൻ ജീവിതത്തിൻ്റെ ശ്വാസമാകുന്നു. അപ്പോൾ ക്രിസ്തു ജീവൻ്റെ ജലമാകുന്നു. ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. പരിശുദ്ധാത്മാവ് ജീവൻ്റെ ജലമാകുന്നു, ജീവൻ്റെ ശ്വാസമാകുന്നു. പരിശുദ്ധാരൂപി ഇല്ലാത്തവൻ ആത്മീയമായി മരിച്ചവനാണ്. പിന്നെ ഫുഡിനെ കുറിച്ചാണ് പറയുന്നത്. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. യോഹന്നാൻ 6:35. ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. അപ്പോൾ കർത്താവാണ് അപ്പം, കർത്താവിൻ്റെ വചനമാണ് ഭക്ഷണം, കർത്താവിൻ്റെ നിശ്വാസമാണ് നമ്മുടെ ജീവൻ അല്ലെങ്കിൽ വായു. കർത്താവ് ജീവനുള്ള അപ്പമായി നമ്മളിലേക്ക് വരുന്നു. വീണ്ടും പറയുന്നു, ജോൺ 6:33. എന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. പിന്നെ 4-മത്തെ കാര്യമാണ് വെളിച്ചം, ലൈറ്റ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ജോൺ 8:12. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. അപ്പോൾ കർത്താവാണ് ജീവജലം, കർത്താവാണ് ജീവനിശ്വാസം, കർത്താവാണ് ആത്മീയ ഭോജനം, കർത്താവാണ് വെളിച്ചം. അപ്പോൾ കർത്താവിനെ ധരിക്കുന്നവൻ, പരിശുദ്ധാരൂപി വസിക്കുന്നവൻ, അവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. അവൻ ജീവിക്കും. അവന് പിന്നെ വിശക്കുകയില്ല. അവൻ അന്ധകാരത്തിൽ നടക്കുകയും ഇല്ല. ഈ ഒരു ബോധ്യം നമ്മൾക്കുണ്ടെങ്കിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൃതജ്ഞതയോടെയുള്ള ഒരു ജീവിതം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആനന്ദത്തോടെയും ജീവിക്കുവാൻ നമ്മൾക്ക് സാധിക്കും. ഇപ്പം നമ്മൾ വെളിച്ചത്തിലല്ല നടക്കുന്നതെങ്കിൽ
ഈ ലോകത്തിൻ്റെ കുടില തന്ത്രങ്ങൾ നമ്മളെ കൊടുക്കുകയും നമ്മൾ വലിയ അപകടങ്ങളിലേക്ക് നമ്മൾ നീങ്ങുകയും ഒക്കെ ചെയ്യാം. ഇപ്പം കർത്താവിൻ്റെ വെളിച്ചമില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും, എനിക്കങ്ങനെ ഒരു ഫേസ് ഒക്കെ ഉണ്ടായിരുന്നു, പോയി ആവശ്യമില്ലാത്ത നല്ല വില കൂടിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. അപ്പോൾ ക്രമേണ നമ്മൾ സാമ്പത്തികമായി ക്ഷയിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് വാങ്ങിക്കുന്നത്. ഓക്കെ, അങ്ങനെ അതുപോലെ ആവശ്യമില്ലാത്ത സ്നേഹബന്ധങ്ങൾ, അത്യാഡംബരങ്ങൾ, മദ്യസദസ്സുകൾ, ദൈവമില്ലാത്ത ആഘോഷങ്ങൾ, വീമ്പു പറച്ചിലുകൾ, മറ്റുള്ളവരുടെ സൽപ്പേര് നേടിയെടുക്കുവാനുള്ള പ്രയത്നങ്ങൾ, അവസാനം അത് കിട്ടാതെ വരുമ്പോഴുള്ള നിരാശകൾ. അപ്പോൾ ഇങ്ങനെ പൊള്ളയായ ഒരു ജീവിതം നമ്മളെ ഒരു സൈഡിൽ ഇങ്ങനെ പൊള്ളയായ കാര്യങ്ങൾ, ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. മറു സൈഡിൽ ദൈവത്തിൻ്റെ ആത്മീയമായ കാര്യങ്ങൾ, കർത്താവ് ആകെ കൂടി പറയുന്നത്, നീ വെളിച്ചത്തിൽ, എൻ്റെ വെളിച്ചത്തിൽ നടക്കുക. ഈ ലോകത്തിന് നിന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. മറ്റേ സൈഡിൽ ലോകം പറയുന്നു, ഇതെല്ലാം കെട്ടുകഥയാണ്, ഇതിലൊന്നും വിശ്വസിക്കേണ്ട, നീ ഇവിടെ സുഖത്തിൻ്റെ പുറകെ പോവുക, നമുക്ക് മതിച്ച് രസിക്കാം. അങ്ങനെ ലോകം പറയുന്നു. കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവനും മരണവും വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അതിനുള്ള ഫ്രീഡം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിവേകത്തോടും ജ്ഞാനത്തോടും, കർത്താവ് നൽകുന്ന ജ്ഞാനത്തോടും കൂടെ നമുക്ക് പക്വമതികളായി നമ്മുടെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. അപ്രകാരം ജീവിച്ചാൽ കർത്താവിൻ്റെ മുഖം ലളിതമാണ്. നമുക്ക് ആരുടെ മുമ്പിലും തല ഉയർത്തി നിൽക്കാൻ സാധിക്കും. അന്ത്യവിധി നാളിൽ കർത്താവിൻ്റെ മുമ്പിലും. ഈ തിരിച്ചറിവിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഒരു വട്ടം കൂടി നമുക്ക് ആവർത്തിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അപ്പോൾ ഇന്ന് ഒരു വട്ടം കൂടി ഇന്ന് പറഞ്ഞതിൻ്റെ മുഖ്യ പോയിന്റ്സ്: വെള്ളം, അത് കർത്താവ് നൽകുന്ന ജീവജലം. വായു, അത് കർത്താവിൻ്റെ ജീവനിശ്വാസം. ഭക്ഷണം, അത് ആത്മീയ ഭോജനം. വചനം, അതുപോലെ വെളിച്ചം, കർത്താവിൻ്റെ വചനം നമ്മുടെ കാൽപാദങ്ങൾക്ക് വെളിച്ചമാകുന്നു. പൂർണ്ണമായി നമുക്ക് കർത്താവിങ്കൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.